Hello students, welcome to KU FIUGP online. ഇന്നത്തെ വീഡിയോയിൽ നിന്ന് കൺസൈൻമെൻറ്റ് അക്കൗണ്ട്സിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഇൻ ദ ബുക്സ് ഓഫ് കൺസൈനർ ആൻഡ് കൺസൈനി ആൻഡ് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ് ഓപ്പൺഡ് ആൻഡ് ജേർണൽ എൻട്രീസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ മുമ്പത്തെ വീഡിയോസ് എൻ്റെ ചാനലിൽ അവൈലബിൾ ആണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് തുടങ്ങാം. Since consignment is not a sale, the transactions relating to the consignment cannot be entered in the sales day book. The transactions are therefore recorded in the general journal. It is the usual practice of the consignor to ascertain the profit or loss on each consignment. It necessitates the preparation of a special account called consignment account in the books of the consignor. Consignment account. A consignment account is a nominal account prepared in the books of the consignor to ascertain the profit or loss from a consignment. It is debited with the cost of goods sent, expenses incurred by the consignor and the consignee, and the commission due to the consignee. The account is credited with the amount of sales effected and also with the closing stock, if any. The differences between the two sides shows either profit or loss. കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഒരു നോമിനൽ അക്കൗണ്ടാണ്. ആ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് കൺസൈനേഴ്സിൻ്റെ ബുക്കിലാണ്. ഓക്കെ, കൺസൈനറിൻ്റെ ബുക്കിലാണ് ഒരു കൺസൈൻമെൻറ്റ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ ആ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു കൺസൈൻമെൻറ്റ് പ്രോസസ്സിലുള്ള ലാഭമോ നഷ്ടമോ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. ഈ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്ന ഐറ്റംസാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സെൻഡ്, എക്സ്പെൻസസ് ഇൻകേർഡ് ബൈ ദ കൺസൈനർ ആൻഡ് ദ കൺസൈനി ആൻഡ് ദ കമ്മീഷൻ ഡ്യൂ ടു ദ കൺസൈനി. ഇനി ഈ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്ന ഐറ്റംസ് എന്ന് പറയുകയാണെങ്കിൽ എമൗണ്ട് ഓഫ് സെയിൽസ് എഫക്റ്റഡ് ആൻഡ് ഓൾസോ വിത്ത് ദ ക്ലോസിംഗ് സ്റ്റോക്ക്, ഇഫ് എനി. ക്ലോസിംഗ് സ്റ്റോക്കോ സെയിൽസിൻ്റെ എമൗണ്ടാണ് നമ്മൾ ഈ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്ന ഐറ്റംസ്. പിന്നെ ഇതിലുള്ള ഡിഫറൻസ് ഐദർ ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് നമുക്ക് തരും. കൺസൈനീസ് അക്കൗണ്ട്. ദ കൺസൈനീസ് അക്കൗണ്ട് ഇസ് ദ പേഴ്സണൽ അക്കൗണ്ട് ഓഫ് ദ കൺസൈനി പ്രിപ്പയർഡ് ബൈ ദ കൺസൈനർ ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട് ദ ബാലൻസ് ഡ്യൂ ബൈ ഹിം ഓൺ എനി പെർട്ടിക്കുലർ ഡേറ്റ്. The account is debited with the amount of sales effected by the consignee and credited with the amount of any advance received by him, expenses incurred by him, and commission payable on sales. The balance in the account will be the amount due by the consignee. കൺസൈനീസ് അക്കൗണ്ട് ഒരു പേഴ്സണൽ അക്കൗണ്ടാണ്. ഈ അക്കൗണ്ട് നമ്മൾ കൺസൈനറിൻ്റെ ബുക്സിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഈ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ടു ഫൈൻഡ് ഔട്ട് ദ ബാലൻസ് ഡ്യൂ ബൈ ഹിം ഓൺ എനി പെർട്ടിക്കുലർ ഡേറ്റ്. ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസത്തിൽ കൺസൈനർക്ക് ഏതെങ്കിലും ബാലൻസ് കൊടുക്കാനുണ്ടെങ്കിൽ ആ എമൗണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ കൺസൈനീസ് അക്കൗണ്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഈ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്ന ഐറ്റംസ് പറയുകയാണെങ്കിൽ എമൗണ്ട് ഓഫ് സെയിൽസ് എഫക്റ്റഡ് ബൈ ദ കൺസൈനി കാരണം ഉണ്ടാകുന്ന സെയിൽസിൻ്റെ എമൗണ്ടൊക്കെ നമ്മൾ ഈ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. പിന്നെ ഈ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്ന ഐറ്റംസ് ആണ് എമൗണ്ട് ഓഫ് എനി അഡ്വാൻസ് റിസീവ്ഡ് ഫ്രം ഹിം. കൺസൈനർക്ക് കൊടുക്കാൻ എന്തെങ്കിലും അഡ്വാൻസ് ഉണ്ടെങ്കിലോ കൺസൈനിക്ക് എന്തെങ്കിലും അഡ്വാൻസ് കൊടുക്കാനുണ്ടെങ്കിലോ ഈ അക്കൗണ്ടിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. പിന്നെ എക്സ്പെൻസസ് ഇൻകേർഡ് ബൈ ഹിം. കൺസൈനിക്ക് വല്ല എക്സ്പെൻസസ് കൊടുത്തിട്ടുണ്ടെങ്കിലോ ആ എക്സ്പെൻസസ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. പിന്നെ കമ്മീഷൻ പേയബിൾ ഓൺ സെയിൽസിൻ്റെ ബേസിസിൽ എന്തെങ്കിലും കമ്മീഷൻ കൊടുക്കാനുണ്ടെങ്കിലോ കൺസൈനിക്ക് എന്തെങ്കിലും ഒരു കമ്മീഷൻ കൊടുക്കാൻ വന്നിട്ടുണ്ടെങ്കിലോ ആ കമ്മീഷൻ നമ്മൾ ഈ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. പിന്നെ ഈ അക്കൗണ്ടിൽ വരുന്ന ബാലൻസസ് ആ കൺസൈനർക്ക് കൊടുക്കാൻ എന്തെങ്കിലും ബാലൻസ് ഡ്യൂ ഉണ്ടെങ്കിലോ ആ എമൗണ്ട് ആയിരിക്കും ഈ അക്കൗണ്ടിൻ്റെ ബാലൻസ് ആയിട്ട് വരുന്നത്. അടുത്ത ടോപ്പിക്ക് journal entries in the books of the consignor. For the goods sent on consignment account debited to goods sent on consignment account. For the expenses of the കൺസൈനർക്ക് എന്തെങ്കിലും എക്സ്പെൻസസ് ഉണ്ടായാൽ അതിലുള്ള എൻട്രി എന്ന് പറയുകയാണെങ്കിൽ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ബാങ്ക്. ഫോർ എനി അഡ്വാൻസ് റിസീവ്ഡ് ഫ്രം കൺസൈൻഡ് ഓർ ബിൽസ് റിസീവബിൾ ഓർ ബാങ്ക്. ഓക്കെ, എന്ന് പറഞ്ഞാൽ കൺസൈനിക്ക് വല്ല അഡ്വാൻസസ് കൊടുക്കാനുണ്ടെങ്കിലോ ത്രൂ ബിൽസ് പേയബിൾ ഓർ ബാങ്ക് അതിലുള്ള എൻട്രി എന്ന് പറയുകയാണെങ്കിൽ ബിൽസ് റിസീവബിൾ ഓർ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു കൺസൈനി. ഓക്കെ, അടുത്ത എൻട്രി ഫോർ സെയിൽസ് എഫക്റ്റഡ് ബൈ ദ കൺസൈനി കാരണം ഉണ്ടാകുന്ന സെയിൽസിൻ്റെ എൻട്രി എന്ന് പറയുകയാണെങ്കിൽ കൺസൈനി അക്കൗണ്ട് ഡെബിറ്റഡ് ടു കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. അടുത്ത എൻട്രി ഫോർ ദ എക്സ്പെൻസസ് ഇൻകേർഡ് ബൈ ദ കൺസൈനിക്ക് ഉണ്ടാവുന്ന എക്സ്പെൻസസ് കൺസൈൻമെൻറ്റ് പ്രോസസ്സിൽ കൺസൈനിക്ക് ഉണ്ടാവുന്ന എക്സ്പെൻസസിൻ്റെ എൻട്രി എന്ന് പറയുകയാണെങ്കിൽ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു കൺസൈനി അക്കൗണ്ട്. ഓക്കെ, ഫോർ ദ കമ്മീഷൻ പേയബിൾ ടു ദ കൺസൈനിക്ക് വല്ല കമ്മീഷൻ പേയബിളോ കൺസൈനിക്ക് എന്തെങ്കിലും കമ്മീഷൻ കൊടുക്കാനുണ്ടെങ്കിലോ അതിൻ്റെ എൻട്രി എന്ന് പറയുകയാണെങ്കിൽ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു കൺസൈനി അക്കൗണ്ട്. ഫോർ ദ കൺസൈൻമെൻറ്റ് സ്റ്റോക്ക് വിത്ത് കൺസൈനിയുടെ കൂടെ എന്തെങ്കിലും അൺസോൾഡ് സ്റ്റോക്ക് വിറ്റ് പോകാൻ പറ്റാത്ത സ്റ്റോക്ക് വല്ല ബാക്കിയുണ്ടെങ്കിൽ അതിൻ്റെ എൻട്രി എന്ന് പറയുകയാണെങ്കിൽ സ്റ്റോക്ക് ഓൺ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു കൺസൈൻമെൻറ്റ് അക്കൗണ്ട്.
ഫോർ ക്ലോസിങ് ദ ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് നമുക്ക് ക്ലോസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ എൻട്രി എന്ന് പറയുകയാണെങ്കിൽ ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബ്റ്റർ ടു ട്രേഡിംഗ് ഓർ പർച്ചേസസ് അക്കൗണ്ട്. അടുത്ത എൻട്രി ഇഫ് ദെയർ ഇസ് പ്രോഫിറ്റ് ഓൺ കൺസൈൻമെൻറ്റ്. കൺസൈൻമെൻറ്റിൽ നമുക്ക് പ്രോഫിറ്റ് ആണ് കിട്ടിയെങ്കിൽ അതിൻ്റെ എൻട്രി എന്ന് പറയുകയാണെങ്കിൽ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബ്റ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അടുത്ത എൻട്രി ഇഫ് ദെയർ ഇസ് എ ലോസ് ഓൺ കൺസൈൻമെൻറ്റ്. കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ വല്ല ലോസ് ആണ് നമുക്ക് കിട്ടിയെങ്കിൽ അതിൻ്റെ എൻട്രി എന്ന് പറയുകയാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബ്റ്റർ ടു കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. ഓക്കെ, ലാസ്റ്റ് എൻട്രി എന്ന് പറയുകയാണെങ്കിൽ ഫോർ റെമിറ്റൻസ് ഓൺ സെറ്റിൽമെൻറ്റ് ഓഫ് അക്കൗണ്ട് ഓർ ബാങ്ക് ഓർ ബിൽസ് റിസീവബിൾ. ബാങ്കോ ബിൽസ് റിസീവബിളോ വഴി നമുക്ക് എല്ലാ അക്കൗണ്ടും സെറ്റിൽ ചെയ്യണമെങ്കിൽ അതിൻ്റെ എൻട്രി എന്ന് പറയുകയാണെങ്കിൽ ബാങ്ക് ഓർ ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെബ്റ്റർ ടു കൺസൈനി. അടുത്ത ടോപ്പിക്ക് ബുക്സ് ഓഫ് ദ കൺസൈനി. The consignee is only an agent who sells goods on behalf of the consigner. കൺസൈനർക്ക് വേണ്ടി കൺസൈനറുടെ ഗുഡ്സ് സെല് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഏജൻറ്റ് മാത്രമാണ് കൺസൈനി. കൺസൈനി കമ്മീഷൻ്റെ ബേസിസിലാണ് ഈ ഗുഡ്സ് എല്ലാം സെല് ചെയ്യാൻ സഹായിക്കുന്നത്. ഓക്കെ, ദ എൻറ്റയർ എമൗണ്ട് ഓഫ് കമ്മീഷൻ റിസീവ്ഡ് ഈസ് ക്രെഡിറ്റഡ് ടു ഹിസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ, കൺസൈനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ഈ കിട്ടിയ കമ്മീഷൻ എല്ലാം ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നു. പിന്നെ ഹി പ്രിപ്പയർസ് മെയിൻലി ദ പേഴ്സണൽ അക്കൗണ്ട് ഓഫ് ദ കൺസൈനർ ടു അറൈവ് അറ്റ് ദ എമൗണ്ട് ഡ്യൂ. കൺസൈനർക്ക് വല്ല എമൗണ്ട് കൊടുക്കാനുണ്ടെങ്കിലോ എമൗണ്ട് ഡ്യൂ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ എമൗണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് കൺസൈനറിൻ്റെ പേഴ്സണൽ അക്കൗണ്ട് കൺസൈനിയുടെ ബുക്കിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓൺ റിസീപ്റ്റ് ഓഫ് ദ ഗുഡ്സ് ദ കൺസൈനി ഇസ് നോട്ട് ലയബിൾ to make any entry in his books as the ownership of the goods is not transferred. ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് ഒരിക്കലും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഗുഡ്സ് സെയിൽ ചെയ്ത എൻട്രി ഒരിക്കലും കൺസൈനിയുടെ ബുക്കിൽ ഒരു എൻട്രിയും റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ however the consignee is liable to account for the goods he has received from the consigner. റിസീവ് ചെയ്ത എല്ലാ ഗുഡ്സിൻ്റെയും എൻട്രി കൺസൈനി അക്കൗണ്ട് ചെയ്യണം എന്നുള്ളത് ലയബിളാണ്. കൺസൈനിയുടെ അക്കൗണ്ടിൽ അല്ലെങ്കിൽ കൺസൈനിയുടെ ബുക്കിൽ റെക്കോർഡ് ചെയ്യണം എന്നുള്ളത് കൺസൈനിയുടെ ലയബിലിറ്റിയാണ്. ഓക്കെ, ദെയർഫോർ ഹി കീപ്സ് എ റെക്കോർഡ് ഓഫ് ദ റിസീപ്റ്റ് ഓഫ് ദ ഗുഡ്സ് ഇൻ ദ ഇൻവേർഡ് കൺസൈൻമെൻറ്റ് ബുക്ക്. ഗുഡ്സ് കിട്ടിയതിൻ്റെ എൻട്രിയും ബാക്കി എല്ലാ എൻട്രിയും ഇൻവേർഡ് കൺസൈൻമെൻറ്റ് ബുക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്കിലാണ് റെക്കോർഡ് ചെയ്യുന്നത് കൺസൈനി. ഓക്കെ, വിച്ച് ഈസ് ഓൺലി എ മെമ്മോറാൻഡം ബുക്ക്. ഒരു മെമ്മോറാൻഡം ബുക്ക് മാത്രമാണ് ആസ് നോട്ട് എ ഫൈനൽ ബുക്ക്. യൂഷ്വൽ ജേർണൽ എൻട്രീസ് പാസ് ഇൻ ദ ബുക്സ് ഓഫ് ദ കൺസൈനി. കൺസൈനിയുടെ ബുക്സിൽ പാസ് ചെയ്യുന്ന ജേർണൽ എൻട്രീസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫോർ എക്സ്പെൻസസ് മെറ്റ് ബൈ ദ കൺസൈനി. കൺസൈനിക്ക് ഉണ്ടാകുന്ന എക്സ്പെൻസസിൻ്റെ ജേർണൽ എൻട്രി കൺസൈനേഴ്സ് അക്കൗണ്ട് ഡെബ്റ്റർ ടു ക്യാഷ് ഓർ ബാങ്ക്. അടുത്ത എൻട്രി ഫോർ അഡ്വാൻസ് ഇഫ് എനി റെമിറ്റഡ് ടു ദ കൺസൈനർ. കൺസൈനർക്ക് എന്തെങ്കിലും അഡ്വാൻസ് കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ എൻട്രിയാണ് കൺസൈനേഴ്സ് അക്കൗണ്ട് ഡെബ്റ്റർ ടു ബിൽസ് പേയബിൾ ഓർ ബാങ്ക്. അടുത്ത എൻട്രി ഫോർ സെയിൽസ് എഫക്റ്റഡ് ബൈ ദ കൺസൈനി. ഓക്കെ, കൺസൈനി കാരണം ഉണ്ടാകുന്ന സെയിൽസിൻ്റെ എൻട്രിയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ബാങ്ക് അക്കൗണ്ട് ഡെബ്റ്റർ ഓർ ഡെബ്റ്റേഴ്സ് അക്കൗണ്ട് ഡെബ്റ്റർ ടു കൺസൈനർ. അടുത്ത എൻട്രി ഫോർ കമ്മീഷൻ ഓൺ സെയിൽസ്. കൺസൈനിക്ക് കമ്മീഷൻ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ എൻട്രി എന്ന് പറയുകയാണെങ്കിൽ കൺസൈനേഴ്സ് അക്കൗണ്ട് ഡെബ്റ്റർ ടു കമ്മീഷൻ. അടുത്ത എൻട്രി ഫോർ റെമിറ്റൻസ് ടു കൺസൈനർ ഓൺ ഫൈനൽ സെറ്റിൽമെൻറ്റ് ഓഫ് അക്കൗണ്ട്. അക്കൗണ്ട് എല്ലാം സെറ്റിൽ ചെയ്തിട്ട് എന്തെങ്കിലും റെമിറ്റൻസ് കൺസൈനർക്ക് തിരിച്ചു കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ എൻട്രി എന്ന് പറയുകയാണെങ്കിൽ കൺസൈനേഴ്സ് അക്കൗണ്ട് ഡെബ്റ്റർ ടു ബിൽസ് പേയബിൾ ഓർ ബാങ്ക്. ഇന്നത്തെ വീഡിയോയിൽ കൺസൈൻമെൻറ്റ് അക്കൗണ്ട്സിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഇൻ ദ ബുക്സ് ഓഫ് കൺസൈനർ ആൻഡ് കൺസൈനി ആൻഡ് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ് ഓപ്പൺഡ് ആൻഡ് ജേർണൽ എൻട്രീസും ആണ് ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇടുക, ഞാൻ റിപ്ലൈ ചെയ്തോളാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ അടുത്ത വീഡിയോയിൽ കൺസൈൻമെൻറ്റ് അക്കൗണ്ട്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടെക്സ്റ്റ് ബാക്ക് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആയിട്ടായിരിക്കും വരുന്നത്. താങ്ക് യു.